നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ നികുതി വർധനവിനെതിരെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ചക്കരക്കൽ മേഖലാ പ്രസിഡന്റ് വി രാജൻ ഉദ്ഘാടനം ചെയ്തു. കുടുക്കിമുട്ടയിൽ നിന്നും പ്രകടനമായായിരുന്നു വ്യാപാരികൾ പഞ്ചായത്തിലെത്തിയത്. പ്ലാസ്റ്റിക്കിന്റെ പേരിൽ 2 ബിന്നുകൾ കടകളിൽ വെക്കാൻ നിർബന്ധിക്കുന്നത് ഒഴിവാക്കുക, വഴിയോര കച്ചവടം ഒഴിവാക്കുക, ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ജില്ലാ ക്ഷേമനിധിയെക്കുറിച്ച് പറയുമ്പോൾ ജില്ലാ ക്ഷേമനിധിയിൽ നിന്നും ഒരു സുഖമില്ലാതിരിക്കുമ്പോൾ നല്ലൊരു ആനുകൂല്യം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. എന്ത് അസുഖത്തിന് ആശുപത്രിയിൽ കിടന്നാലും ഒരു 20,000 രൂപ ആ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം കിട്ടുന്നുണ്ട്. അല്ലാതെ മൊത്തമുള്ളത് 30,000 രൂപയാണ് ആനുകൂല്യമായിട്ടുള്ളത്. ആ ക്ഷേമനിധിയിലേക്ക് മുഴുവൻ അംഗങ്ങളെയും ചേർക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരം എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ആശ്രയ പദ്ധതി ഒരു വമ്പിച്ച പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് 10 ലക്ഷം രൂപ മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സംഘടനയും ചെയ്യാത്ത വ്യാപാരി ഏകോപന സമിതി അല്ലാതെ വേറെ ഒരു സംഘടനയും ഈ കാലമത്രയായിട്ട് ഇതുവരെ ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണ് ഏകോപന സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുണ്ടേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുനീർ അധ്യക്ഷത വഹിച്ചു. കാനച്ചേരി ചാപ്പ യൂണിറ്റ് സെക്രട്ടറി പി ജാബിർ സ്വാഗതം പറഞ്ഞു. കാനച്ചേരി ചാപ്പ യൂണിറ്റ് പ്രസിഡന്റ് കെ പ്രശാന്തൻ മുഖ്യ പ്രഭാഷണം നടത്തി. കെ സന്ദീപ് വൈദ്യർ, പി ഗൗതമൻ, രാമകൃഷ്ണൻ, പി പ്രകാശൻ, കെ ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.